യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ബൈബിൾ വചനം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. കർത്താവെ, ഈ സമയത്ത് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല കർത്താവെ, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഞങ്ങൾക്ക് വിജയം വരണമേ കർത്താവെ. ഞങ്ങളെ റിസൾട്ട് ഞങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യുന്നവരും അത് നോക്കുന്നവരെയും എക്സാമിനർമാരെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, അങ്ങയുടെ കരങ്ങൾ അവരുടെ കരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20 വാക്യങ്ങൾ നോക്കാം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ, പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിതാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ അങ്ങനെ അനുഗ്രഹിച്ചു. സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളെയും നാൽക്കാലികളുടെയും ഭൂമിയിൽ മുഴുവനും ഭൂമിയിൽ എഴിയുന്ന സർവ്വ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടലുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടാകട്ടെ. ദൈവം അരുൾ ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുകളും ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. കർത്താവേ, അങ്ങനെ ഞാൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വിജയം അരുളണമേ, ഞങ്ങൾക്ക് വിജയം അരുളണമേ. അങ്ങിൽ മാത്രം വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവേ, ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന ഞങ്ങളുടെ ടീച്ചർമാരെയും കർത്താവെ, ഞങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളിപ്പോൾ കാണുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന.